ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ AJD അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻസ്പയർ സ്കോളർഷിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്ത് കമൻറ്റ് ചെയ്യുക. +2-വിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന രാജ്യത്തെ 12,000-ഓളം പേർക്ക് സയൻസിൽ ബിരുദ പഠനത്തിന് നൽകുന്ന സ്കോളർഷിപ്പാണ് ഇത്. അതിനെ തുടർന്ന് സയൻസിൽ PG പഠനത്തിനും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് വരുമാന പരിധിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടേതാണ് സ്കോളർഷിപ്പ്. വർഷം 80,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക. ബിരുദ തലത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ തുടർന്ന് പഠിക്കാനും നൽകുന്ന ആകർഷകമായ സ്കോളർഷിപ്പ് ആണിത്. 2025-ൽ 12ാം ക്ലാസ് പരീക്ഷ അംഗീകൃത കേന്ദ്ര സംസ്ഥാന ബോർഡിൽ നിന്ന് ജയിച്ചവർക്കാണ് അധിക യോഗ്യതാ വ്യവസ്ഥ തൃപ്തിപ്പെടുത്തുന്നതിന് വിധേയമായി അപേക്ഷിക്കാനുള്ള അർഹത. 2025-26 അധ്യയന വർഷത്തിൽ അംഗീകൃത സ്ഥാപനത്തിൽ നാച്ചുറൽ സയൻസ്, ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc, BS, BSc വിത്ത് റിസർച്ച് ഫോർ ഇയർ, ഇൻ്റഗ്രേറ്റഡ് MSc, ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയവയിലൊന്നിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. മുൻ വർഷങ്ങളിൽ +2 ജയിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. ബിരുദതല പഠനത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ആന്ത്രോപോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോകെമിസ്ട്രി, അറ്റ്മോസ്ഫിയറിക് സയൻസ്, ഓഷ്യൻ സയൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രായം 17-നും 22-നും ഇടയിലായിരിക്കണം. ഇനി എന്താണ് അധിക അർഹതാ വ്യവസ്ഥ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. 2025-ൽ +2 പരീക്ഷയിൽ തൻ്റെ ബോർഡിൽ മുന്നിലെത്തിയ 1% വിദ്യാർത്ഥികളിൽ ഉൾപ്പെട്ടിരിക്കണം. 2025-ൽ വേണ്ട കട്ട് ഓഫ് പെർസെൻറ്റേജ് സ്കോർ വിജ്ഞാപനത്തിൽ പിന്നീട് പരാമർശിക്കുന്നതാണ്. മറ്റ് ആർക്കൊക്കെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്ന് നോക്കാം. നാച്ചുറൽ സയൻസ്, ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc, BS, BSc വിത്ത് റിസർച്ച് 4 വർഷം, ഇൻ്റഗ്രേറ്റഡ് MSc, ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയവയിൽ ഒന്നിൽ ഇന്ത്യയിൽ പഠിക്കുന്ന JEE മെയിൻ, അഡ്വാൻസ്ഡ്, നീറ്റ് UG എന്നിവയിലൊന്നിൽ 10,000-നുള്ളിൽ റാങ്ക് നേടിയവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. മറ്റൊന്ന്, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സ്കോളർമാർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഇൻ്റർനാഷണൽ ഒളിമ്പിയാഡ് മെഡലിസ്റ്റുകൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ജഗദീഷ് ബോസ് നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് സ്കോളർമാർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. സാധാരണയായി അപേക്ഷകൾ ക്ഷണിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അപേക്ഷ online-inspire.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ നൽകിയ ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കണം. പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ മറ്റ് രേഖകളൊന്നും തന്നെ എങ്ങോട്ടും അയക്കേണ്ടതില്ല. താങ്ക് യു.